إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم له معقبات من بين يديه ومن خلفه يحفظونه من أمر الله إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم وإذا أراد الله بقوم سوءا فلا مرد له وما لهم من دونه من وال. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തുസൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്. ലോകമെമ്പാടുമുള്ള വിശ്വാസി സമൂഹം ഒരു റമളാനിനെ വരവേൽക്കുന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. പള്ളികളും വീടുകളും കച്ചവട സ്ഥാപനങ്ങളുമെല്ലാം അതിനുവേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ഒരു വേള മുസ്ലിങ്ങൾ മാത്രം റമളാനിന് വേണ്ടി ഒരുങ്ങുന്നു എന്നതിന് പകരം ലോകമെമ്പാടും അതിനുവേണ്ടി ഒരുങ്ങുന്നു എന്ന് പറയുന്നതാണ് ശരി. മുസ്ലിങ്ങൾ മാത്രമല്ല, ഇതര മതവിശ്വാസികളും റമളാൻ എന്ന ഒരു സീസണിന് വേണ്ടി, ഒരു കാലത്തിന് വേണ്ടി അവരുടേതായ തരത്തിലുള്ള ഒരുക്കങ്ങൾ, അവരുടെ കച്ചവട സ്ഥാപനങ്ങളും അവരുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളുമെല്ലാം റമളാനിന്റെ ഒരു രീതിയിലേക്ക് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് നമ്മുടെ നാടുകളിൽ റമളാൻ ഓഫറുകളും റമളാൻ പ്രത്യേകമായ സ്റ്റാളുകളും മറ്റൊക്കെ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകം മുഴുവനും ആ തരത്തിലുള്ള ഒരു റമളാനിനെ സ്വാഗതം ചെയ്യാനുള്ള, റമളാനിനെ വരവേൽക്കാനുള്ള ഒരു ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും പറയാറുള്ളത് പോലെ റമളാനിനെ സ്വാഗതം ചെയ്യുന്നത്, വരവേൽക്കുന്നത് പലപ്പോഴും ബാഹ്യമായ നിലക്കുള്ള കാര്യങ്ങളിലൂടെയാണ്. വീടുകൾ വൃത്തിയാക്കുന്നു, നനച്ചുകുളി എന്ന് പറഞ്ഞ് പ്രത്യേകമായി ഒരു ദിവസം അതിന് തയ്യാറായി മുക്കുമൂലകളെല്ലാം വൃത്തിയാക്കി എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി ആ നിലക്ക് റമളാനിനെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങാണ്. അതേപോലെ തന്നെയുള്ള മാറ്റങ്ങൾ, പ്രകടമായി കാണുന്ന കാര്യങ്ങൾ, ഇതിലൊക്കെയാണ് പലപ്പോഴും കൂടുതലായി ശ്രദ്ധ കാണപ്പെടുന്നത് എന്നുള്ളത്. മറ്റു ചില ആളുകൾ ദൂർത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. റമളാൻ യഥാർത്ഥത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ അവസരം, പുണ്യങ്ങൾ വാരിക്കൂട്ടുവാനുള്ള, നന്മകളിലേക്ക് കൂടുതൽ മുന്നോട്ട് വരാനുള്ള വലിയൊരു അവസരമാണ് ഒരുക്കി തരുന്നത് എങ്കിൽ പോലും റമദാനിലെ വിഭവങ്ങൾ, പലഹാരങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ എന്നുള്ളതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കടന്നുപോകുന്നു എന്നുള്ളതാണ്. റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും വാർത്താമാധ്യമങ്ങളിലെ ഇന്റർവ്യൂകളോ മറ്റൊക്കെ വരികയാണെങ്കിൽ പോലും പ്രധാനപ്പെട്ട ഒരു വിഷയം റമദാനിലെ ഭക്ഷണം എങ്ങനെയാണ്, നോമ്പ് തുറക്കുമ്പോഴുള്ള ആഹാരം എങ്ങനെയാണ് എന്നുള്ള തരത്തിലേക്കാണ്. നമുക്കറിയാം, റമദാൻ എന്ന പദം കൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത് പുണ്യങ്ങൾ വർദ്ധിക്കുവാനും പാപങ്ങൾ ഇല്ലാതാക്കുവാനുമുള്ളൊരു മാർഗമെന്ന നിലക്കാണ്. റമദാൻ എന്ന പദത്തെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, റമള എന്ന പദത്തിൽ നിന്നാണത് വരുന്നത് എന്നാണ്. അതിന്റെ ഉദ്ദേശം അതിശക്തമായ ചൂട് കരിച്ചു കളയുന്നത് എന്ന അർത്ഥമാണെന്നാണ്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, പാപങ്ങളെ കരിച്ചു കളയുന്ന മാസം, പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന മാസം എന്ന നിലക്കാണ് അത്തരമൊരു പേര് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ജാഹിലിയ കാലഘട്ടത്തിന് മുമ്പ് തന്നെ, പ്രവാചകന്റെ നിയോഗത്തിന് മുമ്പ് തന്നെ ആ ഒരു പേരിലാണ് ആ ഒരു മാസം അറിയപ്പെട്ടത് എന്നാണ്. അതുകൊണ്ട് തന്നെ പാപമോചനത്തിനുള്ള മാർഗമായി, നന്മകൾ വർദ്ധിപ്പിക്കുന്നതിന്റെ മാസമായി കാണേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള ചില ബാഹ്യമായ കാര്യങ്ങളിലേക്ക് മാത്രം ഒതുക്കുന്നു, അതിനുവേണ്ടി മാത്രമുള്ള ഒരുക്കങ്ങളായി മാറുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ മാറ്റത്തിനുള്ള ഒരു അവസരമായി നമ്മൾ കാണേണ്ടതുണ്ട്. പല ആളുകളും പറയാറുള്ളത്, നമ്മളൊക്കെ കുറ്റപ്പെടുത്താറുള്ളത്, സമൂഹം കൂടുതൽ കേടുവന്നുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ആശങ്കകൾ ആ വിഷയത്തിലുണ്ട്, തലമുറയുടെ പോക്കിനെക്കുറിച്ച് നമുക്ക് വലിയ പേടിയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും പരിഹാരമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വമേധയായുള്ള, സ്വന്തമായുള്ള മാറ്റത്തെക്കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഒരാൾക്കും തന്നെ മാറ്റമുണ്ടാവുകയില്ല, അവർ സ്വയം മാറ്റത്തിന് വിധേയമാകാതെ, ഒരു ജനതയും അവർ സ്വന്തമായി തീരുമാനിക്കാതെ അവരിൽ മാറ്റമുണ്ടാവുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വയം ഒരു തീരുമാനമെടുക്കേണ്ടുന്ന അവസരമാണ്, സമയമാണ്. എനിക്ക് മാറ്റമുണ്ടാകണം, എന്നിൽ കുറച്ചുകൂടി നന്മകൾ ഉണ്ടാകേണ്ടതുണ്ട്, എന്നിൽ നിന്ന് തിന്മകൾ അകന്നു പോകേണ്ടതുണ്ട് എന്ന ഒരു പ്രതിജ്ഞയോടുകൂടി ഈ റമദാനിനെ നമുക്ക് സ്വാഗതം ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. അത് പറയുമ്പോൾ എല്ലാ ആളുകളും വിചാരിക്കുന്ന ഒരു കാര്യം, നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്, റമദാൻ വരുന്നതിന്റെ മുമ്പ് പ്രത്യേകമായൊരു ദൃഢനിശ്ചയം ഉണ്ടാവും, ഒരു ഒരുക്കണ്ട. ഈ റമദാൻ എല്ലാ കൊല്ലത്തെയും പോലെ ആവൂല, ഇതിലെല്ലാം മാറ്റം ഉണ്ടാവും, എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമാക്കും, നോമ്പുകളൊക്കെ ചിട്ടയോടുകൂടിയായിരിക്കും, ഖുർആനൊക്കെ ഞാൻ ഒരു 5-6 വട്ടെങ്കിലും ഓതി തീർക്കും എന്നൊക്കെയുള്ള തീരുമാനങ്ങളും ആ നിലക്കുള്ള പ്രതിജ്ഞകളുമൊക്കെ ഉണ്ടാവും. പക്ഷേ അത് കേവലം ആവേശമായി തുടക്കത്തിൽ മാത്രമുള്ള ഒരു തീരുമാനങ്ങളായി മാറിപ്പോവുകയാണ്. അത് ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, ഇന്ന ലികുല്ലി അമലിൻ ശിർറത്തുൻ വകുല്ലി ശിർറത്തിൻ ഫത്രത്തുൻ. നിശ്ചയമായും എല്ലാ തരത്തിലുമുള്ള ശിർറത്തുകൾക്ക് ഒരു പ്രത്യേകമായ പരിധിയുണ്ട്, അതേപോലെ തന്നെ ഏതൊരു അമലുകൾക്കും അതുപോലെ ഒരു ശിർറത്തുണ്ട് എന്നാണ്. എന്താണ് ശിർറത്ത് എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഐ നശ്വാത്തൻ വശിദ്ദത്തൻ വഹിർസൻ വറഗ്ബത്തൻ ഫീ അവ്വലിഹി. ഒരു പ്രവർത്തനത്തിന്റെ ആദ്യത്തിൽ വരുന്നൊരു താൽപര്യമുണ്ട്, അതിന്റെ ആരംഭത്തിലുള്ള ഒരു ശൂരത്വമുണ്ട്, അതിനൊരു പ്രത്യേകമായ ആവേശമുണ്ട്. അതാണ് ശിർറത്ത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന എല്ലാ അമലുകൾക്കും, എല്ലാ ഇബാദത്തുകൾക്കും ഒരു ആരംഭത്തിലുള്ള ഒരു ആവേശമുണ്ട്. അതേപോലെ തന്നെ എല്ലാ ആവേശങ്ങൾക്കും ഒരു കാലയളവുണ്ട്. അത് ചിലപ്പോ കുറച്ച് കഴിയുമ്പോൾ ചോർന്നു പോകും. അത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒരാൾക്ക് സ്നേഹമാണെങ്കിലും അതേപോലെ തന്നെ വെറുപ്പാണെങ്കിലും അതേപോലെ അമലുകളും വിഭാഗത്തുകളും ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും തുടക്കത്തിലുണ്ടാകുന്ന ഒരു ആവേശം പിന്നീട് അതെങ്ങനെ കെട്ടുപോകും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫമൻ കാനത് ശിർറതുഹു ഇലാ സുന്നതി ഫഖദ് അഫ്ലഹ. ആരുടെയെങ്കിലും താൽപര്യം, ആരുടെയെങ്കിലും ആവേശം എന്റെ ചര്യകളോടാണ് എങ്കിൽ അവൻ വിജയിച്ചു. വമൻ കാനത് ഫത്രതുഹു ഇലാ ഗൈരി ദാലിക ഫഖദ് ഖലക.
ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ ആരംഭത്തിലെ ശൂരത്വം എന്ന് പറയുന്നത് കേവലമായ നൈമിഷികമായ ഒരു കാലയളവിന് വേണ്ടി മാത്രമാണ് എങ്കിൽ, പ്രവാചകന്റെ ചര്യകൾക്കെതിരാണ് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നശിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, റമദാനിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കുമ്പോ, റമദാനിന് നമ്മൾ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങുമ്പോ ആരംഭത്തിലുള്ള ഒരു ആവേശം മാത്രമായി അത് മാറാൻ പാടില്ല. ജീവിതത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും ജീവിതാന്ത്യം വരെ കടന്നുപോകുന്ന തരത്തിലുള്ള ഒരു പ്രത്യേകമായ അനുഭൂതിയായി റമദാനിനെ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനാകുമ്പോ അവിടുന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അതാകും ഷഹ്റ റമദാൻ, ഇതാ റമദാൻ മാസം കടന്നു വന്നിരിക്കുന്നു. ഷഹ്റുൻ മുബാറകുൻ, അനുഗ്രഹീതമായ മാസമാണത്. ഫറളല്ലാഹു അലൈക്കും സിയാമഹു, അതിലിതാ നിങ്ങൾക്ക് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ സകലമാന കവാടങ്ങളും അതിൽ തുറന്നു വെക്കപ്പെടുകയും, വയുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയും ചെയ്യും. വതുഗല്ലു ഫീഹി മറദതുശ് ശയാത്തീൻ, പൈശാചികമായ പ്രേരണകളെ, പിശാചുക്കളെ കെട്ടിയിടപ്പെടുന്ന മാസമാണത്. വഫീഹി ലൈലത്തുൻ ഹിയ ഖൈറും മിൻ അൽഫി ശഹർ, അതിലൊരു ദിവസമുണ്ട് 1000 മാസത്തെക്കാൾ പുണ്യമുള്ള ദിവസം. വമൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ, ആർക്കെങ്കിലും അതിന്റെ നന്മകൾ തടയപ്പെട്ടുവോ അവൻ തടയപ്പെട്ടിരിക്കുന്നു, അവൻ സകലമാന നന്മകളിൽ നിന്നും തടയപ്പെട്ടിരിക്കുന്നു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയുന്നൊരു മാസമാണത്. അത്തരത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കുവാൻ, പരലോകത്ത് മോക്ഷം ലഭിക്കുവാൻ, അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതലായി സ്ഥാനം ലഭിക്കുവാൻ നമുക്ക് അവസരം നൽകുന്ന ഒരു മാസമാണ് വരാനിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സമാനമായ ചില ഹദീസുകളിൽ വേറെയും ചില പ്രയോഗങ്ങൾ കാണുവാൻ സാധിക്കും. ഓരോ ദിവസവും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു വെക്കപ്പെട്ടുകൊണ്ട് വിളിച്ചു പറയുമെന്നാണ്, യാ ബാഇയൽ ഖൈർ അഖ്ബിൽ, നന്മകൾ ആഗ്രഹിക്കുന്നവരെ കടന്നു വരൂ. യാ ബാഗിയശ് ശർരി അഖ്സിർ, തിന്മകൾ ആഗ്രഹിക്കുന്നവരെ നീ പിറകോട്ട് പോവുക, അതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് പറയുമെന്നാണ്. വലില്ലാഹി തഖാഉ മിനന്നാർ വദാലിക ഫീ കുല്ലി ലൈലത്തിൻ, റമളാനിലെ ഓരോ ദിവസങ്ങളിലും ഓരോ രാത്രിയിലും അല്ലാഹു പ്രത്യേകമായി ചില ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അങ്ങനെയുള്ള ആളുകളുണ്ട്. അത് റമളാനിലെ ഓരോ രാത്രിയിലും നടക്കുന്ന അങ്ങനെയുള്ളൊരു മഹത്തരമായ അവസരങ്ങൾ ലഭിക്കുന്ന, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സ്വാഗതം ചെയ്യുന്ന, തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് പിറകോട്ടു പോകാൻ കൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാസം കടന്നു വരാനിരിക്കുന്നു. കാര്യമായ നിലക്ക് പരിഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ തയ്യാറെടുക്കേണ്ടതുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅതു ഇലൽ ജുമുഅ വറമളാനു ഇലാ റമളാൻ മുകഫിറാത്തും ലിമാ ബൈനഹുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 5 നേരത്തെ നമസ്കാരങ്ങൾക്കിടയിൽ, അതേപോലെ തന്നെ ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ, അതിനിടയിലുള്ള പാപങ്ങൾ അല്ലാഹു പുറത്തു തരാൻ അത് കാരണമാകും. എങ്ങനെയെങ്കിൽ ഇദജ്തനിബത്തുൽ കബായിർ, വൻ പാപങ്ങളിൽ നിന്ന് അവൻ വിട്ടുനിൽക്കുന്നുവെങ്കിൽ. നമ്മൾ ആലോചിച്ചു നോക്കുക, എത്രയെത്ര തെറ്റുകുറ്റങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്രയെത്ര വീഴ്ചകളാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വീഴ്ചകളെയെല്ലാം മായ്ച്ചു കളയാൻ ഈ ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെയുള്ള സമയം, അല്ലെങ്കിൽ കഴിഞ്ഞ റമളാൻ മുതൽ ഈ റമളാൻ വരെയുള്ള സമയങ്ങളിൽ നമുക്ക് പറ്റിയിട്ടുള്ള അപാകതകളെ, പാപങ്ങളെ അല്ലാഹു പുറത്തു തരുന്നതിന് കാരണമാകുന്നുവെങ്കിൽ അത്തരമൊരു മാസത്തെ ഏത് രീതിയിലാണ് നമ്മൾ പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ്. കൃത്യമായ ഒരുക്കം ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പത്തിരി ഉണ്ടാക്കാനുള്ള പൊടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, മസാലകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ആവശ്യമാണ്, അതൊക്കെ വളരെ അത്യാവശ്യമാണ്. എന്നാൽ ഏറ്റവും വലിയ ഒരുക്കം എന്താണ്? അത് സൂക്ഷ്മതയുടെ ഒരുക്കമാകണം. നോമ്പിലൂടെ അല്ലാഹു ഉദ്ദേശിക്കുന്നതും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകണമെന്നുള്ളതാണ്. ആ സൂക്ഷ്മതയുടെ ഒരുക്കമാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. ഏറ്റവും അധികം ഒരുക്കം ആവശ്യമായിട്ടുള്ള ഒരു അമല് തന്നെയാണ്, ഒരു ഇബാദത്ത് തന്നെയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ആ ഹജ്ജിന് വേണ്ടി ഒരുക്കം നടത്തുമ്പോഴും അതിനുവേണ്ടി തയ്യാറെടുക്കാൻ പറഞ്ഞപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഹജ്ജിന് കൊണ്ടുപോകുവാനുള്ള മാർഗങ്ങൾ, ഒരുക്കങ്ങൾ നിങ്ങൾ നടത്തണം.
ആ മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തഖ്വയുടെ ഒരുക്കമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുവെങ്കിൽ റമളാനിനെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കം അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതമാകണം, തഖ്വയാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, മാനസികമായ ഒരു ഒരുക്കമുണ്ടാകണം. കൃത്യമായ മാനസികമായ ഒരു ഒരുക്കമുണ്ടെങ്കിലേ റമളാനിനെ നമുക്ക് കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യന് അയാളുടെ കയ്യിൽ കുറെ പൈസ ഉണ്ട്, അയാൾ വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. രാവിലെ തന്നെ ഒരു പണിക്കാരെ വിളിച്ചിട്ട് അവിടെ അങ്ങനെ ഒരു പെരണ്ടാക്കിക്കോളി എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ വന്നിങ്ങനെ പണി തുടങ്ങിയാൽ അത് ശരിയാവുമോ? അതിന് മുമ്പ് പ്ലാന് വേണം, എത്ര റൂം വേണം, എന്തൊക്കെ സൗകര്യങ്ങൾ വേണം എന്നതൊക്കെ കൃത്യമായി മുൻകൂട്ടി തന്നെ ഒരുങ്ങി അതിന്റെ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ അത് വിജയകരമായിട്ട് പോവുള്ളൂ. അതല്ല എങ്കിൽ കേവലം ഒരു ചെറിയ ബിൽഡിംഗ് പോലെ അല്ലെങ്കിൽ ഒരു ആല പോലെ കെട്ടിയുണ്ടാക്കാമെന്നല്ലാതെ പ്ലാനിങ്ങുകളില്ലാത്തൊരു കാര്യവും കൃത്യമായിട്ട് മുന്നോട്ട് പോകില്ല. അത് നമ്മളൊരു നിസ്സാരമായ ചെറിയൊരു പരിപാടിയാണെങ്കിൽ പോലും, നമ്മുടെ വീട്ടിലൊരു 10 ആളെ വിളിച്ചൊരു സൽക്കാരം നടത്തുകയാണെങ്കിൽ പോലും അതിനു മുമ്പ് അതിനൊരു പ്ലാനിംഗ് ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ തകരാറിലായിപ്പോയി താറുമാറായിപ്പോവും. എന്നാൽ വലിയ പ്രതീക്ഷയോടുകൂടി ലോക മുസ്ലിങ്ങൾ കാത്തിരിക്കുന്ന ഒരു റമളാൻ കടന്നു വരുമ്പോ ഒരു മുന്നൊരുക്കല്ലാതെ അങ്ങോട്ട് വരട്ടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു പോവാണെങ്കിൽ എല്ലാ കാലത്തും ഉണ്ടാകുന്ന പോലെ റമളാനായിട്ടത് പോകും. നമുക്കൊരു അടുക്കും ചിട്ടയും ഉണ്ടാകണം. നമ്മുടെ മനസ്സിനെ റമളാനിലേക്ക് പാകപ്പെടുത്തണം. നമസ്കരിക്കാനുള്ള എന്റെ സമയം, ഖുർആൻ പാരായണം ചെയ്യാനുള്ള എന്റെ സമയം, പാപമോചനങ്ങൾക്ക് വേണ്ടി എന്റെ സമയം, ആ നിലക്ക് കൃത്യമായി തന്നെ മാനസികമായ ഒരു ഒരുക്കത്തോടുകൂടിയാകണം റമളാനിന് നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ നമസ്കാരങ്ങളുടെ കൃത്യമായ രീതിയിലുള്ള നടത്തിപ്പിന് വേണ്ടി നമ്മൾ ശ്രമം നടത്തണം. നമ്മൾ പറയുമ്പോൾ പല സമയങ്ങളിലായി ഈ മിമ്പറിൽ തന്നെ നമ്മൾ എത്രയോ തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ജമാഅത്തായിക്കൊണ്ടുള്ള നമസ്കാരങ്ങളുടെ പ്രാധാന്യമൊക്കെ. എത്ര ആളുകളാണ് കൃത്യമായി അത് ചെയ്യുന്നത്? പലപ്പോഴും നമ്മൾ കാണുന്നൊരു കാഴ്ച, റമളാനിന്റെ ആദ്യ നാളുകളിലൊക്കെ പള്ളിയിൽ വലിയ ആവേശത്തോടുകൂടി ആളുകൾ ഇങ്ങനെ വരും. അവ ചില ആളുകൾ സ്ഥിരമായി സുബൈക്കൊക്കെ ജമാഅത്തിന് വരുന്ന ആളുകളൊക്കെ ഏറ്റവും ബാക്കിലെ സൊഫിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അവരേറ്റവും മുമ്പിലുണ്ടാവുക എല്ലാ കാലത്തും. റമളാനിലാവുമ്പോൾ അവർ പിന്തള്ളപ്പെടും. പല ആളുകളും തമാശയായിട്ട് പറയാറുണ്ട്, ഇനിയിപ്പോ നമുക്കൊക്കെ 1-ാം സൊഫ് കിട്ടണമെങ്കിൽ ഈ ആവേശ കമ്മിറ്റിയൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരില്ലേ? അല്ലെങ്കിൽ റമളാനികൾ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചതാണ്. റമളാനികൾ എന്ന് പറഞ്ഞാൽ ആരാ? റമളാനിൽ മാത്രം ഒരു പള്ളി, റമളാനിൽ മാത്രം ഒരു നോമ്പ്, റമളാനിൽ മാത്രം ഖുർആൻ, റമളാൻ കഴിഞ്ഞാൽ പിന്നെ അതൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട് 11 മാസം കുപ്പി 1 മാസം തൊപ്പി എന്നാ പറയാ. 11 മാസം അവന് ലെവലുണ്ടാവില്ല, കുപ്പിയേറ്റ് നടക്കായിരിക്കും, കള്ളും കുടിച്ച് നടക്കായിരിക്കും. റമളാനായി കഴിഞ്ഞ ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇറങ്ങി, പിന്നെ മൂപ്പരായിരിക്കും ആ പള്ളിന്റെ മൊത്തം കാര്യങ്ങൾ, അവിടുത്തെ മൊത്തം നിയന്ത്രണം മൂപ്പരാവും. റമളാനാണ് കഴിഞ്ഞാൽ പിന്നെ ആ കാണൂല എന്ന് പറഞ്ഞ പോലെ ഒരു സ്വഭാവമല്ല. പള്ളി ഇവിടെ തന്നെ ഉണ്ട്, പള്ളി ഇന്നുണ്ട്. റമളാൻ 1-നും അതേ പള്ളി തന്നെയാണ്, ശവ്വാൽ 1-നും അതേ പള്ളി തന്നെയാണ്. റമളാൻ 1-ന് പള്ളിയിൽ കാണുന്നവർ പിന്നെ അടുത്ത റമളാൻ കഴിഞ്ഞിട്ട് അടുത്ത റമളാൻ തുടങ്ങുമ്പോഴാണ് പിന്നെ അവരെ കാണുന്നത് എന്നുള്ളത് സങ്കടകരമായിട്ടുള്ളൊരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. ആരെയും കുറ്റപ്പെടുത്താനല്ല. നമസ്കാരങ്ങളിൽ, ജമാഅത്തായ നമസ്കാരങ്ങളിൽ റമളാനിൽ നമ്മൾ താല്പര്യം കാണിക്കുമ്പോ അതിന് മുൻപ് എങ്ങനെ, അതിന് ശേഷം എങ്ങനെ എന്നതുകൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. വിശിഷ്യ റമളാനിൽ നമ്മുടെ നമസ്കാരങ്ങളൊക്കെ കൃത്യമായി തന്നെ അടുക്കും ചിട്ടയോടും കൂടി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാലാമതായി, റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന ഘടകമെന്ന് പറയുന്നത് നോമ്പ് തന്നെയാണ്. ആ നോമ്പിലേക്കുള്ള ഒരുക്കവും നമുക്കുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ, മൻ സ്വാമ റമളാന ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാനിൽ ആരെങ്കിലും ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി നോമ്പനുഷ്ഠിക്കുന്നുവെങ്കിൽ അവന്റെ കഴിഞ്ഞുപോയ സകലമാന പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നാണ്. അത്രയും മനുഷ്യനിങ്ങനെ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കാൻ, ഓരോ ദിവസവും തെറ്റുകുറ്റങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ. ആ തെറ്റുകുറ്റങ്ങൾ അഖിലവും പൊറുക്കുവാനുള്ള ഒരു മാർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. അതേപോലെ തന്നെയാണ് രാത്രിയിലെ നമസ്കാരം. റമളാനിൽ പ്രത്യേകമായും രാത്രി നമസ്കാരം ജമാഅത്തായിക്കൊണ്ട് നമ്മൾ നിർവഹിക്കാറുണ്ട്. അല്ലാത്ത സന്ദർഭങ്ങളിൽ തഹജ്ജുദായി, ഖിയാമുൽ ലൈലായി നമ്മൾ നമസ്കരിക്കാറുള്ള നമസ്കാരം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബ. ആരെങ്കിലും റമളാനിൽ വിശ്വാസത്തോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് രാത്രികാലങ്ങളിൽ നിന്ന് നമസ്കരിക്കുന്നുവെങ്കിൽ
ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെടുന്നുള്ളതാണ്. അല്ലെ, പല ആളുകളും താല്പര്യത്തോടുകൂടി വരുന്നൊരു കാര്യമാണ് റമദാനിലെ തറാവീഹ് നമസ്കാരങ്ങൾ എന്നുള്ളത്. പലപ്പോഴും ആളുകൾക്കുണ്ടാകുന്ന ഒരു താല്പര്യം എന്ന് പറയുന്നത്, റമദാനിലെ ഒരു വലിയ ആവേശം എന്ന് പറയുന്നത് ഈ രാത്രി നമസ്കാരം തന്നെയാണ്. എന്നാൽ പലപ്പോഴും ഇശാഇന്റെ ജമാഅത്തുകൾ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ. തറാവീഹിന് താല്പര്യം കാണിക്കുമ്പോൾ നമുക്ക് ഫർളായിട്ടുള്ള ജമാഅത്തായിട്ടുള്ള നമസ്കാരങ്ങൾ 27 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ജമാഅത്തായിട്ടുള്ള നമസ്കാരങ്ങൾക്ക് ആ താല്പര്യം പലപ്പോഴും കാണുന്നുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു സുബൈക്കോ ളുഹറിനോ അസറിനോ ഒന്നും കാണാത്ത ഒരാവേശം പലപ്പോഴും തറാവീഹിനുണ്ടാവുന്നുള്ളത് അത് റമദാന്റെ ഒരു പ്രത്യേകത കൂടിയാണ്, ആ നിലക്കുള്ള ഒരു ആവേശം എന്നത്. എന്നാൽ മറ്റുള്ള ജമാഅത്തുകൾക്ക് കൂടി അതേ താല്പര്യം നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ആ നിലക്കുള്ള ഒരു മാറ്റം നമുക്ക് ഈ റമദാനിൽ കൊണ്ടുവരാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആറാമത്തെ ഒരു വിഷയം പ്രധാനമായും പ്രത്യേകമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റമദാനിലെ ദാനധർമ്മങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. എല്ലാ കാലത്തും ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ച പ്രതിഫലത്തിലൂടെയാണ് അത് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു നമ്മൾ ചെയ്യുന്ന ഒരു ദാനത്തെ, ആത്മാർത്ഥമായി നൽകുന്ന ഒരു ദാനത്തെ അല്ലാഹു അവന്റെ വലത് കൈ കൊണ്ട് സ്വീകരിക്കുന്നുള്ളതാണ്. നമ്മൾ കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആൾക്കായിരിക്കും, ഏതെങ്കിലും ഒരു പട്ടിണി പാവത്തിനാവും. പക്ഷെ അത് സ്വീകരിക്കുന്നത് ആരാണെന്നാണ്? അല്ലാഹുവാണത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു അവന്റെ വലത് കൈകൊണ്ടത് സ്വീകരിക്കുകയും എന്നിട്ടതിനെ നിങ്ങളിലൊരാൾ അവന്റെ ഒരു കുതിരക്കുട്ടിയെ, അവന്റെ ഒരു വളർത്തുമൃഗത്തെ എത്രമാത്രം നല്ല രീതിയിൽ പോറ്റി വളർത്തുന്നുവോ അതുപോലെ അല്ലാഹു ആ ദാനത്തെങ്ങനെ വളർത്തി വലുതാക്കുന്നുള്ളതാണ്. ഹദീസിൽ കാണാൻ സാധിക്കും, പരലോകത്തവൻ വരുമ്പോ ഒരു തായ്വര നിറയെ അവന്റേതായിട്ടുണ്ടാകുന്നുള്ളതാണ്. ആത്മാർത്ഥമായി അവൻ കൊടുത്ത ചെറിയൊരു ദാനായിരിക്കും, അതല്ലാഹു വളർത്തി കൊണ്ടുവരുന്നുള്ളതാണ്. നാളെ പരലോകത്തെ അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോ ഇത് മുഴുവൻ നിന്റേതാണെന്ന് പറയുമ്പോ അവൻ പോലും ആശ്ചര്യപ്പെടും, അത്ഭുതപ്പെടുന്ന, പടച്ചോനെ എന്നെ കളിയാക്കാണോ എന്നവന് തോന്നും അല്ലെ. അപ്പൊ അള്ളാഹു പറയുന്ന, നീ ചെയ്ത ദാനമാണിത്, അതിനെ ഞാൻ വളർത്തി കൊണ്ടുവന്നതാണിത് എന്ന് പറയുന്നുള്ളത്. അതുകൊണ്ട് റമദാനിലേക്കായി ഒരു സംഖ്യ നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. നമുക്കറിയാം, എല്ലാ ദിവസങ്ങളിലും, ചില ദിവസങ്ങളിലൊക്കെ എല്ലാ നമസ്കാരങ്ങളിൽ പോലും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ആവശ്യക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. റമദാനിൽ നമുക്ക് നല്ല പ്രതിഫലം ലഭിക്കുവാൻ ഒരുപാട് ഇരട്ടിയായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ധനം ചെലവഴിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ 700 ഇരട്ടിയാണ് കിട്ടുക എന്നുള്ളതാണ്. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് എന്നല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്ന ആളുകളുടെ ഉദാഹരണം കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യത്തെ പോലെയാണെന്നാണ്. അത് മണ്ണിലിട്ടാൽ അതിൽ നിന്ന് 7 കതിരുകൾ ഉണ്ടാകും, ഓരോ കതിരിലും 100 വീതം ധാന്യങ്ങളുണ്ടാകും. അങ്ങനെ ഒരു ധാന്യത്തിൽ നിന്ന്, ഒരു വിത്തിൽ നിന്ന് 700 ധാന്യമണികൾ ഉണ്ടാകുന്നത് പോലെ അവിടെ അല്ലാഹു നിർത്തിയില്ല. വല്ലാഹു യുളായിഫു ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് വീണ്ടും അത് വർദ്ധിപ്പിച്ചു കൊടുക്കും. 1 രൂപ നമ്മൾ ദാനം ചെയ്താൽ അല്ലാഹു അത് സ്വീകരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് 700 റുപ്യായിട്ടാണെന്നാണ്, ഏറ്റവും ചുരുങ്ങിയത്. ഇനിയോ അല്ലാഹു ഇഷ്ടപ്പെടുന്ന അത്ര മടങ്ങുകളാക്കുന്നുള്ളതാണ്. അത് എത്രയാണ് ആ മടങ്ങുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് റമദാനിലേക്കായി ഒരു സംഖ്യ, ദാനധർമ്മങ്ങൾക്കായി ഒരു സംഖ്യ നമ്മൾ മാറ്റിവെച്ചേ മതിയാകൂ. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, പാപമോചനത്തിന് വേണ്ടിയുള്ള അവസരമാക്കി നമ്മൾ ഇതിനെ ഉപയോഗപ്പെടുത്തണം. റമദാനിനെ പാപമോചനത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകമായി പരിഗണിക്കണം. കാരണം റമദാൻ കടന്നു പോകുമ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെടാത്തവന് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു എന്നുള്ളതാണ്. പ്രാർത്ഥിച്ചതാകട്ടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമാണ്. അതുകൊണ്ട് പാപങ്ങൾ കഴുകിക്കളയാനുള്ള അവസരമാക്കി ഈ റമദാനിനെ നമ്മൾ മാറ്റേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. 9ാമത്തെ ഒരു കാര്യം, പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന് വേണ്ടി, പഠനത്തിന് വേണ്ടി നല്ലൊരു സമയം നമ്മൾ മാറ്റിവെക്കണം. റമദാനിന് മുമ്പ് തന്നെ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങണം. അപ്പൊ പലപ്പോഴും നമ്മളൊക്കെ വളരെയധികം വിഷമത്തോടുകൂടി, സങ്കടത്തോടുകൂടി പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊക്കെ ഒന്ന് മനസ്സിലെത്തി ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ റമദാനിന് ശേഷം ഞാൻ എന്നാ ഖുർആൻ ഓതിയത്? നമ്മൾ ഇരിക്കുന്ന ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കുക. കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് ഈ ദിവസം വരെ പരിശുദ്ധ ഖുർആൻ എന്നെടുത്ത് ഓതിയിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കാം. എവിടെ റമദാനും ഖുർആനും നമ്മളുമായിട്ടുള്ള ബന്ധമുള്ളത് എന്ന്? എത്ര ആളുകൾ എടുത്ത് പാരായണം ചെയ്തിട്ടുണ്ട്?
ഖുർആൻ എന്ന് പറയുന്നത് റമദാനിൽ മാത്രം പാരായണം ചെയ്യാനുള്ളതല്ല, കൂടുതൽ താൽപര്യത്തോടുകൂടി അതിന് അവസരം കണ്ടെത്തണം എന്നുള്ളതാണ്. ഇമാം മാലിക് റഹിമഹുള്ളയുടെ ജീവിതം നമുക്ക് കാണാൻ സാധിക്കും. ഇദാ ദഖല ശഹ്റ റമളാൻ, റമളാൻ മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ യത്രഖുൽ ഹദീസ് വ മജാലിസ് അഹ്ലുൽ ഇൽം, അദ്ദേഹം സാധാരണയായി നടത്താറുള്ള പഠന ക്ലാസുകളും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സംസാരങ്ങളുമൊക്കെ അദ്ദേഹം ഒഴിവാക്കും. എന്നിട്ടോ വയഖ്ബലു അലാ ഖിറാഅത്തിൽ ഖുർആൻ, അദ്ദേഹം ഒരു മുസാഫും കൈ പിടിച്ചിട്ട് ഖുർആൻ ഓതുന്നതിലേക്ക് മാത്രമായി ചുരുങ്ങും എന്നുള്ള. റമദാനിൽ പ്രത്യേകമായി ഖുർആനിനെ അവർ വരവേൽക്കും. അതിലേക്ക് ഖുർആനിനെ കൃത്യമായി പഠിക്കുവാൻ, ഓതുവാൻ അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. പലപ്പോഴും 30 ജുസ് ഓതി തീർക്കണം എന്നുള്ള വലിയൊരു ടാർഗറ്റാണ് പലപ്പോഴും വരുന്നത്. ഓരോ ദിവസവും ഓരോ നമസ്കാരത്തിന് മുമ്പും ശേഷവുമൊക്കെയായി 5 പേജുകളോ അല്ലെങ്കിൽ 10 പേജുകളോ ഒക്കെ ഓതി തീർക്കണേ തന്നെ 2-3 പ്രാവശ്യം ഖുർആൻ ഓതാൻ നമുക്ക് സാധിക്കും. നിസ്കാരത്തിന് മുമ്പ് ഒരു 10 പേജ്, ഒരു നിസ്കാരത്തിന് മുമ്പ് 10 പേജ്, ഒരു ജുസ് അവിടെ തന്നെ തീർന്നു. 20 പേജാണ് ഒരു ജുസയിൽ ഉണ്ടാവുക. ഒരു സുബൈയുടെ മുമ്പും ശേഷവുമായിട്ട് 10 പേജ് ഓതിയാൽ തന്നെ ഒരു ജുസ് അവിടെ തീർന്നു. അങ്ങനെ ഒരു നമസ്കാരത്തിന് മുമ്പ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ദിവസം എത്ര ജുസുകൾ തീർക്കാൻ പറ്റും? ഏറ്റവും ചുരുങ്ങിയത് 5 ജുസുകൾ അവിടെ തന്നെ തീർക്കാൻ പറ്റും. ആ നിലക്ക് നമ്മളൊരു ചെറിയ ടാർഗറ്റ്, ഒരു 10 പേജ്, ആ നിലക്ക് നമ്മൾ ഓതാൻ തയ്യാറാവുകയാണെങ്കിൽ എത്രയോ തവണ ഖുർആൻ നമുക്ക് ഈ റമദാനിൽ ഓതി തീർക്കാൻ സാധിക്കും. ആ നിലക്കുള്ള നന്മകളുടെ ഒരുക്കവുമായി, നന്മകളുടെ തയ്യാറെടുപ്പുകളുമായി നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അവസരം നമുക്ക് ഏവർക്കും ഒരുക്കി നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ. ഉസല്ലി വഉസല്ലിമു അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്. പരിശുദ്ധ റമദാനിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. എന്നാൽ അതിന് പകരമായി റമദാനിനെ നമ്മൾ ചൂഷണം ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഉപയോഗപ്പെടുത്താൻ എല്ലാവരും ഉപയോഗപ്പെടുത്തും. നോമ്പ് വെക്കുന്നുണ്ട്, നിസ്കാരങ്ങളൊക്കെ കൃത്യമാക്കുന്നുണ്ട്, കുറച്ചൊക്കെ ഖുർആൻ ഓതുന്നുണ്ട്. പക്ഷേ റമദാനിനെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ്? മാക്സിമം ഉപയോഗപ്പെടുത്തുക. അതിന്റെ പകലുകളിൽ നോമ്പുകാരനായിരിക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. നിസ്കാരം നോമ്പുകാരനായിക്കൊണ്ട് ചെയ്യാം, ദിക്റുകൾ ദുആകൾ നോമ്പുകാരനായിക്കൊണ്ട് ചെയ്യാം, ഖുർആൻ പാരായണം നോമ്പുകാരനായിക്കൊണ്ട് നമുക്ക് ചെയ്യാം, ദാനധർമ്മങ്ങൾ നോമ്പുകാരനായിക്കൊണ്ട് ചെയ്യാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില നോമ്പുകളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോ ഞാനൊരു നോമ്പുകാരനായിരിക്കെ അള്ളാഹു എന്റെ അമലുകൾ നോക്കട്ടെ എന്ന് പറഞ്ഞല്ലോ. അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ കർമ്മങ്ങൾ പരിശോധിക്കുമ്പോ നോമ്പുകാരനായിക്കൊണ്ട് ചെയ്തു. അവൻ നോമ്പുകാരനുമാണ്, ദാനം ചെയ്തവനുമാണ്. നോമ്പുകാരനാണ്, അവൻ രോഗിയെ സന്ദർശിച്ചവനാണ്. ആ നിലക്ക് നോമ്പുകാരനായിക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യാം. എന്റെ രാത്രികൾ ഏറ്റവും പവിത്രമായതാണ്. ആ രാത്രികളിൽ നിന്ന് നമസ്കരിച്ചുകൊണ്ടും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണുകൾ നാളെ നരകത്തിലെ തീയുമായി ചേരുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഉണ്ടല്ലോ. അത് നമുക്ക് ഏറ്റവും അധികം പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു മാസമാണ് റമദാൻ മാസം. നമ്മൾ പല ആളുകളും പല കാര്യങ്ങൾക്ക് വേണ്ടി ഉറക്കൊഴിക്കാറുണ്ട്, പല വിഷയങ്ങൾക്ക് വേണ്ടി ഉറക്കൊഴിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഒരു പരീക്ഷാ കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി 11 മണിയും 12 മണി 1 മണി വരെയൊക്കെ ഇരുന്നിട്ട് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അവരവരുടേതായ രീതിയിലുള്ള പ്രയത്നങ്ങൾ നടത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയങ്ങൾ നൽകുമാറാകട്ടെ. നല്ല രീതിയിൽ പരീക്ഷ എഴുതാനും ഉന്നതമായ വിജയം കൈവരിക്കാൻ അവർക്കൊക്കെ സാധിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കാം. എന്നാൽ അതേപോലെ ഒരു താല്പര്യം, ആ നിലക്കുള്ള ഒരു ഊർജം റമദാനിലെ രാത്രികളിൽ പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന് വേണ്ടി നമ്മളെല്ലാവരും കൈക്കൊള്ളേണ്ടതുണ്ട്, സ്വീകരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മതം പഠിക്കുവാൻ, ദീന് പഠിക്കുവാൻ, ഖുർആൻ പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മുടെയൊക്കെ പള്ളികളിൽ ഒരുക്കുന്നുണ്ട്. നമ്മുടെ പള്ളികളിലും അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസുകളും മറ്റൊക്കെ ഉണ്ടാവും. നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ റമദാനിൽ പ്രത്യേകമായുള്ള ക്ലാസുകളും മറ്റും അറിവ് നേടാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടാവും. അതിലൊക്കെ നമ്മൾ താല്പര്യത്തോടുകൂടി പങ്കെടുക്കുകയും മാക്സിമം ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തി, നേരത്തെ പറഞ്ഞ പോലെ റമദാനിനെ ചൂഷണം ചെയ്തുകൊണ്ട് എത്രമാത്രം നന്മകൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും നന്മകൾ ചെയ്യാം.
റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഹ്തിറന്ന മിനൽ മഅറൂഫി ഷൈഅ, നിങ്ങൾ നന്മകളിൽ നിന്ന് ഒന്നും തന്നെ നിസ്സാരമായി കാണരുത്. ചിലപ്പോൾ നമ്മൾ നാളെ പരലോകത്ത് നന്മ തിന്മകൾ തൂക്കുമ്പോൾ ചെറിയ പോയിന്റിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നഷ്ടപ്പെടുക, ചെറിയ വ്യത്യാസങ്ങൾ. അതാ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു നന്മ പോലും നിങ്ങൾ നിസ്സാരമാക്കരുത്. നിങ്ങളുടെ സഹോദരനെ ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി കാണുന്നത് പോലും, ഒരാളോടൊന്ന് ചിരിച്ചാൽ അതിനൊരു പ്രതിഫലം കിട്ടി, അതുപോലെ ഇപ്പം എന്താ ചിരിച്ചിട്ട് കാര്യം എന്ന് വിചാരിക്കണ്ട, അതുപോലെ നിസ്സാരമായി നിങ്ങൾ കാണണ്ട. അവിടെ ഒരു ചിരിയാണ് ചിലപ്പം നിങ്ങളുടെ തുലാസിൽ കനം തൂങ്ങുക. അതുകൊണ്ട് ആ നിലക്ക് നന്മകൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ തയ്യാറാകുക. പരിശുദ്ധ റമദാനിലെ ഏറ്റവും വലിയ നന്മയുടെ ഒരു അവസരമാണ് സാധ്യമാകുമെങ്കിൽ റമദാനിൽ ഒരു ഉംറ ചെയ്യുക എന്നുള്ളത്. റമദാനിലെ ഉംറ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഫഇന്ന ഉംറതൻ ഫീ റമദാന തഖ്ലി ഹജ്ജതൻ ഔ ഹജ്ജതൻ മഈ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്, റമദാനിലൊരു ഉംറ അതിന്റെ ഒരു തോത് എന്ന് പറയുന്നത് ഹജ്ജിനെ പോലെയുള്ള ഒരു പ്രതിഫലമാണെന്നാണ്. ഔ ഹജ്ജതൻ മഈ, എന്റെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലം എന്നാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജ് ചെയ്ത പോലെയാണെന്നുള്ളതാണ്. ആ നിലക്കുള്ളൊരു പ്രാധാന്യം റമദാനിലെ ഉംറ ഹജ്ജിന്റെ പ്രതിഫലമായി, ആ നിലക്കുള്ളൊരു മഹത്വമായി അതിന് പഠിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഹദീസുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. സാധ്യമാകുമെങ്കിൽ റമദാനിലെ ഉംറ ചെയ്യാൻ അതിനുള്ള പണവും സൗകര്യവും സാഹചര്യവും ഒക്കെ ഒത്തുവരികയാണെങ്കിൽ, അങ്ങനെ ഒരു മനസ്സുകൂടി നമുക്കുണ്ടായാൽ ആ വലിയൊരു അവസരം കൂടി നമുക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ടാക്കി തരുമാറാകട്ടെ. ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്, ഒരിക്കലും അവസരങ്ങൾ പാഴാക്കരുത്, അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. കാരണം റമദാൻ എന്ന് പറയുന്നത് ഒരു 1-2 ആഴ്ചക്കുള്ളിൽ നമ്മുടെ അടുക്കിലേക്ക് വരികയാണ്. വളരെ കുറഞ്ഞ ദിവസങ്ങൾ എണ്ണിയിരിക്കുകയാണ് നമ്മൾ. ആ റമദാനിൽ തന്നെ നമ്മളൊക്കെ ഉണ്ടാവുമോ നമുക്ക് പറയാൻ പറ്റൂല. നമുക്കാർക്കും ഒരു ഗ്യാരണ്ടിയുമില്ല. കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവർ, നമ്മുടെ കൂടെ നോമ്പ് തുറന്നവർ, നമ്മളോടൊപ്പം അത്താഴം കഴിച്ചവർ, നമ്മളോടൊപ്പം ഒരേ സ്വഫിൽ തോളോട് തോൾ ചേർന്ന് നിന്ന് രാത്രി നമസ്കാരങ്ങളിൽ പങ്കെടുത്തവർ പലരും ഇന്ന് നമ്മളെ കൂടെയില്ല, പലരും നമ്മളോടൊപ്പമില്ല. അതേപോലെ ഈ റമദാൻ വരുന്നതിന് മുമ്പ് നമ്മളൊക്കെ വിട പറയേണ്ടി വന്നാൽ നമുക്കറിയില്ല. ഇനി ഈ റമദാനിൽ അല്ലാഹു നമുക്ക് അങ്ങനെ ഒരു അവസരം നൽകിയാൽ, അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് ഇതൊരു അവസാനത്തെ അവസരമായി നമ്മൾ കാണാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ, ഒരു നിസ്കാരത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കുമ്പോ, ഒരു നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുമ്പോ നിങ്ങൾ ആലോചിക്കുക, ഇതിന്റെ അവസാനത്തെ നിസ്കാരാണ്. കാരണം അടുത്ത നിസ്കാരത്തിന് ഞാൻ ഉണ്ടാവുമെന്ന് അറിയില്ല. അതേപോലെ ഈ റമദാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ, റമദാനിൽ നമ്മൾ ഉണ്ട് എങ്കിൽ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക, ഇതൊരു പക്ഷേ എന്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാനായിരിക്കും. ഇനി ഒരു റമദാനിൽ ചിലപ്പോൾ എനിക്ക് ജീവിക്കാൻ അവസരം ഉണ്ടാവില്ല, ആ റമദാനിനെ പരമാവധി ഞാൻ ഉപയോഗപ്പെടുത്തും എന്ന് ദൃഢനിശ്ചയത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക. ഈ വീണ് കിട്ടുന്ന അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക, ഒരിക്കലും പാഴാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ നമ്മളിലേക്ക് എത്തിച്ചു തരുമാറാകട്ടെ. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ എന്ന പ്രാർത്ഥന നമ്മളിൽ നിന്നുണ്ടാകുക. ആ റമദാനിൽ ആയുസ്സോടുകൂടി ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാൻ നമുക്കേവർക്കും അല്ലാഹു അവസരം നൽകുമാറാകട്ടെ. പരീക്ഷാ കാലഘട്ടം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. റമദാനും പരീക്ഷയുമൊക്കെ ഒന്നിച്ചു വരികയാണ്. അതിനുള്ളൊരു പ്ലാനിംഗ്, മുന്നൊരുക്കം നമ്മൾ നടത്തേണ്ടതുണ്ട്. പല ആളുകളും റമദാന് അതേപോലെ തന്നെ നോമ്പ് എന്നെക്കാട്ടിലൊക്കെ പ്രാധാന്യം പരീക്ഷ എന്നുള്ള നിലക്കൊക്കെ ചിന്തിച്ച് നോമ്പൊക്കെ ഒഴിവാക്കാം എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു അവസരം നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. റമദാൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണങ്ങളില്ലാതെ നോമ്പൊഴിവാക്കുക എന്നത് പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല. നമുക്കെല്ലാവർക്കും അറിയാം, ആ നിലയ്ക്ക് തന്നെയാണ് വിദ്യാർത്ഥികളൊക്കെ ചിന്തിച്ചു പോകുന്നത് എന്നറിയാം. എന്നാലും സാഹചര്യത്തിൽ സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം, നോമ്പുകാലം നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടിത്തരുന്നതാണ് എന്ന് ഉറപ്പോടുകൂടി എന്ത് പ്രതിസന്ധികളാണെങ്കിലും ഏതു തരത്തിലുള്ള പ്രയാസങ്ങളാണെങ്കിലും ആ റമദാനിന്റെ നോമ്പിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, പരിശുദ്ധ റമദാനിൽ
ആരാധനകളും വിബാദത്തുകളും ചെയ്തുകൊണ്ട് കൂടുതൽ നന്മകൾ ചെയ്യാൻ, നിന്നിലേക്ക് അടുക്കുവാൻ, സ്വർഗം നേടുവാൻ നീ ഞങ്ങൾക്ക് അവസരമൊരുക്കി തരുമാറാകണമേ. അല്ലാഹുവേ, പരിശുദ്ധ റമളാനിനെ നീ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണമേ. കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്ത് ഇബാദത്തുകൾ ചെയ്ത് ആരാധനകളിലൂടെ റമളാനിനെ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ബുദ്ധിമാന്മാരിൽ, വിശ്വാസികളിൽ നീ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. അല്ലാഹുവേ, റമളാനിനെ പോലും അവഗണനയോടുകൂടി കാണുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ, അവരിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. കൃത്യമായി നോമ്പനുഷ്ഠിക്കുവാനും രാത്രികാലങ്ങളിൽ നമസ്കരിക്കുവാനും ദാനധർമ്മങ്ങൾ ചെയ്യുവാനുമെല്ലാം നീ ഞങ്ങൾക്ക് അവസരമൊരുക്കി തരുമാറാകണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് രോഗികളായി കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുള്ള വിശ്വാസികൾ, നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വല്ലിപ്പ ഇന്ന് മരണപ്പെടുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകണം. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും എല്ലാം നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകണമേ. പ്രയാസകരമായ അവസ്ഥകളിൽ നിന്ന്, കടത്തിന്റെ ബാധ്യതകളിൽ നിന്ന്, മറ്റുള്ള മാരകമായ അസുഖങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സഹോദരിമാർ പലരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, സകലമാന അസുഖങ്ങൾ നീ മാറ്റിക്കൊടുക്കണമേ. പരിപൂർണമായ ശിഫ നീ പ്രദാനം ചെയ്യുമാറാകണമേ. അല്ലാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ പ്രയാസമനുഭവിക്കുന്ന വിശ്വാസി സമൂഹത്തിന് നീ കരുത്ത് പ്രദാനം ചെയ്യണമേ. അവരുടെ പ്രയാസങ്ങളെ നീ എല്ലായ്മ ചെയ്തു കൊടുക്കുമാറാകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ. ഹദാ വസല്ലു വസല്ലിമു റഹിമകുമുല്ലാഹ് അലാ മൻ അമറകും ബിസ്സലാത്തി വസ്സലാമി അലൈഹി ഫഖാല ജല്ല മൻ ഖായിലിൻ അലീമാ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل وسلم وزد وبارك على عبدك ورسولك محمد ورضى اللهم الخلفاء الأئمة الحنفاء أبي بكر وعمر وعثمان وعلي وعن بقية الصحابة رضوان الله عليهم أجمعين وأنا معهم بعفوك وكرمك وجودك يا أكرم الأكرمين. عباد الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون واذكروا الله العظيم الجليل يذكركم